വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുറുക്കു കാളനാണ്. സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കുറുക്കു കാളൻ. എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് കുറുക്കു കാളന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ നേന്ത്രക്കായ അരിഞ്ഞെടുത്തത്, 2 കപ്പ് തൈര്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 3 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നാളികേരം 1/4 കപ്പ് ചിരകിയെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ചധികം വേണം കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്ക് ഇനി കുറുക്കു കാളൻ തയ്യാറാക്കാം. ഞാനൊരു മൺചട്ടിയാണ് കുറുക്കു കാളൻ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണങ്ങളും നേന്ത്രക്കായ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 പച്ചമുളക് 2ആയി മുറിച്ചതും, എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും അല്പം വെള്ളവും ചേർത്ത് ഇത് അരച്ചെടുക്കാം. അധികം വെള്ളം വേണ്ട കേട്ടോ, ഒരല്പം വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായയും ചേനയും വെന്തോന്നൊന്ന് നോക്കാം. തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉടഞ്ഞു പോവാൻ പാടില്ല. ശരിക്കും ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അത് കട്ട തൈരാണെങ്കിലും നമ്മളൊന്ന് വിസ്ക് കൊണ്ട് അത് ഉടയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ഉടച്ച് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അതേപോലെ കേട്ടോ, തൈര് നല്ല കട്ട തൈരുമാണ്, എന്നാലൊന്ന് വിസ്ക് കൊണ്ട് അതൊന്ന് ഉടച്ചെടുത്തു. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടി. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ള തൈര് വേണം കേട്ടോ ഇതിന്, അപ്പോഴാണ് ആ കുറുക്കു കാളൻ്റെ ടേസ്റ്റ് വരാൻ. ശരിക്കും സദ്യക്കൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല പുളിയുള്ള ടേസ്റ്റിലല്ലേ നമ്മൾ കഴിക്കാറുള്ളത്. ഇനി തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ശരിക്കും. എന്നിട്ട് ഇതൊന്ന് കുറുകി വരണം. തൈര് നന്നായി ഒന്ന് തിളയ്ക്കണം. അവിടെ ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ തൈര് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു ഭംഗി. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം നമ്മൾ ഈ അരപ്പൊഴിച്ചത് കൊണ്ടേ അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് ആവശ്യത്തിന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് മൺകലായതുകൊണ്ട് ഇതിനകത്തിരുന്ന് ഈ മൺചട്ടിയിലിരുന്ന് ശരിക്കും ഇത് നല്ല കട്ട കുറുക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കടുക്, ഉലുവ, ഉണക്കമുളക്, വേപ്പില ഒക്കെ താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ വേണം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉണക്കമുളകും 1 പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയിൽ അല്പം ജലാംശം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. ഇനി നമുക്കിത് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുറുക്ക് കാളൻ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഓണസദ്യക്ക് ഇതുണ്ടാക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.